ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ യൂസ് ചെയ്തിട്ട് രണ്ട് സ്പെഷ്യൽ ജ്യൂസസ് ആണ് ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസ് ആണ്. ഇതിൽ ആദ്യത്തേത് നമ്മൾ കസ്റ്റാർഡ് മിക്സ് വെച്ചിട്ടും രണ്ടാമത്തേത് വെറും പാലിലുമാണ് തയ്യാറാക്കുന്നത്. ആദ്യത്തേതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് നമുക്ക് തയ്യാറാക്കാം. 250 ml അതായത് ഒരു കപ്പ് പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ്. ഇതിലേക്ക് തിളച്ച് വരുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് തരികളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തണ്ണിമത്തൻ്റെ മധുരം അനുസരിച്ച് ചിലപ്പം പഞ്ചസാര കുറച്ചോ കൂട്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഇടാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കസ്റ്റാർഡ് മിക്സ് കട്ട പിടിച്ചു പോവും. ഒരുപാട് നേരം കുറുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുക്കായി എന്ന് കണ്ടാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച ഉടനെ തന്നെ ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. അതിലെന്തെങ്കിലും തരിയോ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മാത്രം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇതിനിടയ്ക്ക് വാട്ടർമെലൺ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് തണുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് വാട്ടർമെലൺ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1.5 കപ്പ് ഉണ്ട്. അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് 2 ഡ്രിങ്ക്സിലേക്ക് യൂസ് ചെയ്യാം. കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡ്രിങ്ക്സ് സെർവ് ചെയ്യുമ്പം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ബാക്കി തണ്ണിമത്തൻ വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കായിട്ടും 1/4 ലിറ്റർ പാല് നമുക്ക് വേണം. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വാട്ടർമെലൺ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മുടെ തണ്ണിമത്തനൊക്കെ ഉടച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡ്രിങ്കിന് ഒരു ലൈറ്റ് റോസ് കളർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 2 മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെർവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കറുത്ത ഉണക്കമുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ്, 2 ടീസ്പൂൺ കസ്കസ് സോക്ക് ചെയ്തത്. ഇത് നേരത്തെ സോക്ക് ചെയ്യാൻ വെക്കുക. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ആദ്യമേ എടുത്തിട്ട് നിങ്ങൾ സോക്ക് ചെയ്യാൻ ഇട്ടാൽ മതി. സെർവിങ് ഗ്ലാസ്സിലേക്ക് 1-2 ഐസ് ക്യൂബ്സ് വീതം ഇട്ട് കൊടുക്കുക. കസ്റ്റാർഡ് ഡ്രിങ്ക് ഒഴിക്കുന്ന ഗ്ലാസ്സിൽ കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇടാം. കുറച്ച് വാട്ടർമെലൺ ക്യൂബ്സ്, ഉണക്കമുന്തിരി, കാഷ്യൂ നട്ട്സ് ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മുടെ കസ്കസ്, കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട ഗ്ലാസ്സിലേക്ക് ഞാൻ പാലിൻ്റെ മാത്രം മിക്സാണ് ഒഴിക്കുന്നത്. മറ്റേതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയോ നട്ട്സോ എന്തെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ.